നമസ്കാരം. ഈ പണ്ടുള്ളവർ പറയും എറിയാൻ അറിയുന്നതിന്റെ കയ്യിൽ കല്ല് കൊടുക്കണം എന്നുള്ളത്. എന്തായാലും അതുപോലെയാണ് ഇപ്പോൾ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം ലഹരി മാഫിയകൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കണ്ടതാണ്. നമുക്കൊരു ഭരണം ഉണ്ടായിരുന്നു, അവിടെ ഒരു ആഭ്യന്തരമന്ത്രിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രമാത്രം ഒരു ലഹരി വേട്ടയോ കാര്യങ്ങളോ ഒന്നും നടന്നിരുന്നില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കാൻ തുടങ്ങി, അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് ഇവർക്കെതിരെ എന്ത് ചെയ്തു എന്നുള്ളത്. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തല അധികാരത്തിലെത്തി ഇത്രയ്ക്കിത്ര ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചത് മണിക്കൂറുകൾ മുതൽ, ആ ഒരു നിമിഷം മുതൽ ഇതുവരെ എത്രമാത്രം ലഹരി വേട്ടകളാണ് നടന്നത്. കേരളത്തെ ലക്ഷ്യം വിട്ട് എത്രമാത്രം ലഹരി മാഫിയകൾ അഴിഞ്ഞാടിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെല്ലാം കുട്ടികള്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ വീട്ടിലുള്ളവര്, അവരൊക്കെ ഈ ലഹരിക്ക് അടിമയാകുമ്പോഴേ നമുക്കിതിന്റെ ദുഃഖം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ലഹരി ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇവർ പിടിക്കുന്നത്, ഇതിന്റെ മൂത്താപ്പമാരെ വരെയാണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിന്റെ മെയിൻ ഡീലർ ആരാണ്, ഇവരെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. മറ്റൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടത് കേരള പോലീസിനും എക്സൈസിനും ഒക്കെയാണ്. എക്സൈസ് മന്ത്രി ലിജു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഓപ്പറേഷൻ തൂഫാന് എക്സൈസിന്റെ ഭാഗത്തു നിന്നും എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന്. അപ്പോൾ കരുതിക്കൂട്ടി തന്നെയാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് ലഹരി മാഫിയെ പൂട്ടാൻ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നും ഉണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ, അവർക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി ഒരു കേസ് അന്വേഷിക്കാനും ഒരാളെ പിടിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചപ്പോൾ അവരത് കൃത്യമായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു നല്ല കാര്യമാണ് രമേശ് ചെന്നിത്തല ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ കൂടെ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മന്ത്രിസഭയും ഉണ്ട്. അതായത് നമുക്ക് ആ ലഹരി മാഫിയെ കുറിച്ച് ഒന്ന് കേൾക്കാം. വിദ്യാർത്ഥികൾക്കടക്കം ലഹരി എത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സിറ്റിയിലെ ഡാൻസ് ഓഫ് സംഘം കാക്കനാട്ടെ ബഹുനില ഫ്ളാറ്റ് സമുച്ചയം റെയ്ഡ് ചെയ്യുന്നത്. റെയ്ഡിൽ 3 പേരെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. അവരിൽ നിന്ന് 1/2 കിലോയോളം MDMA, കൃത്യമായി പറഞ്ഞാൽ 436 ഗ്രാം രാസലഹരിയാണ് പിടികൂടിയത്. അതോടൊപ്പം തന്നെ ഈ ലഹരി കച്ചവടം നടത്തി അതിലൂടെ സമ്പാദിച്ച 1 ലക്ഷത്തോളം രൂപയും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ഇത് ഒരു കേസല്ല. ഇപ്പൊ ഒരുപാട് ന്യൂസുകൾ നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇന്നടത്ത് ഇന്ന ആൾക്കാരെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട്. തിരുവനന്തപുരം സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5 ആഴ്ചയായി ഈ പറയുന്ന കഞ്ചാവ് സംഘത്തെ പിന്തുടരുകയായിരുന്നു. കാരണം ആന്ധ്രയിൽ കഴക്കൂട്ട് നിന്നും വാടകയ്ക്കെടുത്ത ഒരു ഇന്നോവ കാറിൽ പോയിട്ടുള്ള സംഘം ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള വിവരമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏത് വഴി വരുന്നു, എങ്ങനെ വരുന്നു എന്ന അന്വേഷണത്തിലായിരുന്നു കുറെ നാളുകളായി പോലീസ്. അപ്പോൾ പോലീസിന് ഒരു ഡാൻസ് സംഘത്തിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത് പാപ്പനംകോട് ബാറിന് സമീപം ഇങ്ങനെ 2 ദിവസമായി ഈ പറയുന്ന സംശയിക്കുന്ന രീതിയിലുള്ള ഒരു ഇന്നോവ ഉണ്ട് എന്നതായിരുന്നു വിവരം. ഈ ഇന്നോവ കാറിലാണ് ഈ 300 കിലോയിലധികം വരുന്ന ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഈ കാറായിരുന്നു. ഈ കാർ എടുക്കാനായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ കാർ എടുക്കാനാണ് ഈ കേസിലെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ള പ്രതി അഫ്സൽ എത്തുന്നത്. അഫ്സലിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പിന്നിലാണ് ഈ കഞ്ചാവ് ഒളിപ്പിച്ചത് മനസ്സിലായത്. ആദ്യം 150 കിലോ എന്നായിരുന്നു വിവരം ലഭിച്ചത്. പിന്നീടാണ് 300 കിലോ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തോന്നും ഇത്രമാത്രം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത്. പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരും ഉപയോഗിക്കുന്നുണ്ട്. അവരെയും ഒരുപാട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും ഇതിന്റെ ഒരു കണ്ണി തന്നെയാണ്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ആഞ്ഞടിക്കുകയാണ് കേരള പോലീസ്. അവരെ നമുക്ക് പ്രശംസിച്ചേ മതിയാവും. എന്ന് വെച്ചാൽ നമ്മളുടെയൊക്കെ മക്കള്, അല്ലെങ്കിൽ നമ്മളുടെ മക്കള്, നമ്മുടെ വീട്ടിലുള്ളവര്, ഇവരെല്ലാവരും ആരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊന്ന് അടിമയായി പൊക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല ന്യൂസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ വന്ന് മക്കളെ കൊല്ലുന്നു, മക്കളാണെങ്കിൽ അച്ഛനെ കൊല്ലുന്നു. ലഹരി ഉപയോഗിച്ചിട്ടാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവർ സ്വയമേ തൂങ്ങി മരിക്കുന്നു, കൈ മുറിക്കുന്നു, റോഡിൽ കിടന്ന് ബഹളം വെക്കുന്നു, പോലീസിനെ തല്ലാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം പഴിഞ്ഞാട്ടം. പലയിടങ്ങളിലും ഒരു ആക്രമ വാസന ഇറക്കി വരുന്ന ചെറുപ്പക്കാര്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഇനി അതിനൊക്കെ ഒരു കുറവുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനെ വേരോടെ പിഴുതെറിയും എന്നാണ് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് എക്സൈസുമുണ്ട്, പോലീസുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് മുഖ്യമന്ത്രിയുമുണ്ട്. ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇതിന്റെ പേര് പറഞ്ഞിട്ട് ആർക്കും ആരെയും തടഞ്ഞു നിർത്താനും കഴിയില്ല. അല്ലെങ്കിൽ ഇന്നയാളുടെ അവിടെ പോയി റെയ്ഡ് ചെയ്യണ്ട, ഇന്നയാളെ പിടിക്കണ്ട, ഇന്നയാളെ ജാമ്യത്തിൽ വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കാണാൻ പോകുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്നുവെച്ചാൽ ഇതെല്ലാം ന്യൂസ് ആകും. അതുകൊണ്ട്
അതിലൊരു പേടി കാരണം അത്ര വേണ്ടപ്പെട്ടവർ അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ പോലും ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തേ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് പോലീസിന് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പോലീസിന് അത് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം അവർ കറക്റ്റായിട്ട് വിനിയോഗിക്കുന്നു. ആ വിനിയോഗിച്ചതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ ചാനലിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എത്രമാത്രം കഞ്ചാവും MDMA-യും ആശിഷും എല്ലാം ഈ കേരളത്തിൽ നിന്ന് പിടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഏജന്റിനെ പോയി തൂക്കി എന്നുള്ളതാണ്. പിടിച്ചെടുത്ത കഞ്ചാവും ഒക്കെ നശിപ്പിച്ചു കളയാണ് പോലീസ്. അപ്പൊ എത്രമാത്രം കഞ്ചാവൊക്കെയാണ് അത് പിടിച്ചിരിക്കുന്നത് നോക്കിക്കേ. മഞ്ചേരിയിൽ വൻ MDMA വേട്ട. MDMA-യുമായി വിൽപ്പനയ്ക്കെത്തിയ സംഘത്തിൽ നിന്നും മഞ്ചേരി എക്സൈസ് സംഘം MDMA-യും മറ്റു ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ചുകളും 1 ലക്ഷത്തിനു മുകളിലുള്ള ക്യാഷും പിടികൂടി. അപ്പം ഈ കഞ്ചാവും ഈ MDMA-യും ഈ ഹാഷിഷും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് പലരും മോഷണത്തിന് ഇറങ്ങുന്നു. ചെറുപ്പക്കാരൊക്കെ മോഷണത്തിന് ഇറങ്ങുന്നു, കൊലപാതകത്തിന് ഇറങ്ങുന്നു. അവരെ വെച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, പൈസ കൊടുത്തിട്ട് കൊലപാതകം ചെയ്യിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് മോഷ്ടിപ്പിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. ഇവരതിനെ അഡിക്റ്റ് ആയി പൊക്കഴിഞ്ഞാൽ അവർക്ക് ഇത് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു സമൂഹത്തെ ഇവിടെ വളർത്തിയെടുക്കാൻ ഈ പറയുന്ന ഗവൺമെന്റിനോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ താല്പര്യമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രമേശ് ചെന്നിത്തലയാണ് ഇതിനകത്തൊരു ബിഗ് സല്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർഹിക്കുന്നത്. ഇത്രയും ആർജവത്തോടു കൂടി ഒരു പോലീസ് സേനയെ ഇറക്കി അവരോട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു പേരും ഇട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, നിങ്ങളെ ആരും തടയില്ല എന്ന് പറഞ്ഞു കൊടുത്ത ആ ധൈര്യത്തിനാണ് നമ്മൾ കൈയടിക്കേണ്ടത്. ആ ധൈര്യമുള്ളത് കൊണ്ടാണ് പോലീസിന് എവിടെയും കയറി പോകാനും അതുപോലെ തന്നെ ഈ MDMA-യും കഞ്ചാവും ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇതിന്റെ കേന്ദ്രത്തിൽ പോയി അവിടെ അതിന്റെ മെയിൻ ആൾക്കാരെ പൊക്കാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ചെയ്യുന്ന ഈ ഓപ്പറേഷന് നമുക്കും സഹായിക്കാൻ കഴിയും. നമ്മളുടെ അയൽപക്കത്തോ നമ്മളുടെ പരിസരങ്ങളിലോ എവിടെയെങ്കിലും നമുക്കിങ്ങനെ സംശയമുണ്ടെങ്കിൽ ആ സംശയമുള്ളവരെ നമുക്ക് വിളിച്ചറിയിക്കാൻ പറ്റുന്ന നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് വെളിയിൽ ലീക്ക് ആകില്ല. ഇത് ആരാണ് ഈ ഇൻഫർമേഷൻ കൊടുത്തതെന്ന് പോലും പറയില്ല. കറക്റ്റ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവർ വന്ന് പൊക്കിക്കോളും. നമ്മളുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്ത്, നമ്മളുടെ വീട്ടിലുള്ളവരുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളും വിളിച്ചറിയിക്കുക. ഇതിനെക്കുറിച്ച് ഒരു പോലീസ് ഓഫീസർ പറയുന്നത് നമുക്ക് കേൾക്കാം. നമ്മൾ ഹാബിച്വൽ ഓഫൻഡർ എന്നൊരു വാക്ക് ഉപയോഗിക്കും. അതിനൊരു സെക്ഷൻ ഉണ്ട്, 31 NDPS ആക്ട്. ആ സെക്ഷൻ ഇട്ട് നടപടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അത് നമ്മൾ ശക്തമാക്കും. 2, ഇത്തരത്തില് നടപടികൾ ഏർപ്പെടുന്നവർ, വിൽക്കുന്ന ആൾ മാത്രമല്ല, അയാൾക്ക് കൊടുക്കുന്ന ആൾ, ഇത് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവർ, ധനസഹായം ചെയ്യുന്നവർ, എയ്ഡ് ചെയ്യുന്നവർ, ഇവരുടെ എല്ലാം സ്വത്തുവകകൾ കണ്ടുകിട്ടും. ലാസ്റ്റ് 6 വർഷം ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. മയക്കുമരുന്ന് വിപണനത്തിലൂടെയും അതിലൂടെ ഉണ്ടാക്കിയ പൈസ അവരുടെ കൊച്ചിൻ്റെ അഡ്മിഷൻ മുടക്കിയിട്ടുണ്ടെങ്കിലും, ബസ് വാങ്ങിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും, വാങ്ങിച്ച വസ്തു അവർ വേറൊരാൾക്ക് കാശ് വാങ്ങിച്ച് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലും ആ വസ്തു വരെ പിടിച്ചെടുക്കാൻ ഈ നിയമം, നമ്മുടെ നിയമം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ അത്തരം കടുത്ത നടപടിയിലൂടെ നമ്മൾ കിടക്കുക. അല്ലാതെ നമ്മൾ ബീഡി വലിക്കാരനെ പിടിക്കാനൊന്നുമല്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് കഞ്ചാവ് വലിക്കാരനെ പിടിച്ച്, ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു, കഞ്ചാവ് വലിക്കാരനെ പിടിച്ച് ഞങ്ങളൊരു കേസെടുത്തു. 12 പേരെ പിടിച്ച് 12 കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസുകൾക്ക് അല്ല നമുക്ക് താല്പര്യം. നമുക്ക് കഞ്ചാവ് വലിക്കുന്നവരെന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ അവർ വിക്ടിംസാണ്. സമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമുള്ളവരാണ്, ഇന്റർവെൻഷൻ ആവശ്യമുള്ളവരാണ്, ചികിത്സ വേണം. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് മതി. റിപ്പീറ്റഡ് ആണെങ്കിൽ ശക്തമായ ചികിത്സ വേണം. ഇല്ലെങ്കിൽ അവർ അച്ഛനമ്മയും കൊല്ലും. 4 ദിവസം മുമ്പ് ഒരു സംഭവം, ഞാൻ സ്ഥലവും പേരൊന്നും പറയുന്നില്ല, അമ്മയെ കൊന്നു. എന്തിനാ അമ്മയെ കൊന്നേ? അവൻ പറയുന്നത് എനിക്ക് ജന്മം തന്നതുകൊണ്ട് അവർ ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവൻ അത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയി, ഡിപ്രസ്ഡ് ആയി, അവൻ്റെ മനസ്സ് തകർന്നു, ശരീരം തകർന്നു, ഭ്രാന്തമായപ്പോഴത്തേന് അവന് തോന്നുകയാണ് എനിക്ക് ജന്മം തന്നവർ, കാരണം ഞാൻ ഇത്രയും അനുഭവിക്കൂലേ. അപ്പോൾ ആരാ ഒന്നാമത്തെ കുറ്റവാളി? എന്നെ നൊന്ത് പ്രസവിച്ച് 10 മാസം കൊണ്ടു നടന്ന് നൊന്ത് പ്രസവിച്ച് കാല് വളരുന്നോ കൈ വളരുന്നോ നോക്കി താലോലിച്ച് പോറ്റി വളർത്തി എറുമ്പ് പോലും കടിക്കാതെ നോക്കി വളർത്തി വലുതാക്കിയ അമ്മയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഭ്രാന്തമായി ഒരുത്തൻ ചിന്തിക്കുന്നെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ വ്യാപകമായിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ന് വെച്ചാൽ അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയില്ല, അല്ലെങ്കിൽ തനിക്കിത് ഉപയോഗിക്കാൻ വേണ്ടി കാശ് കൊടുത്തില്ലെങ്കിൽ, വീട്ടിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് കൊല്ലുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഒറ്റപ്പെട്ട ന്യൂസുകൾ, ഒറ്റപ്പെട്ടതൊന്നും അല്ല, ഈ പറഞ്ഞതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മളും
വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഈ കഞ്ചാവ് വലിക്കുന്നവരല്ല പിടിക്കേണ്ടത്, ഇതിനെ സപ്ലൈ ചെയ്യുന്ന മെയിൻ ആൾക്കാരെയാണ്. അതാണ് അവരുടെ ലക്ഷ്യവും. എന്തായാലും ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് ഫുൾ സപ്പോർട്ടുണ്ട്, സർക്കാരും ഫുൾ സപ്പോർട്ടാണ്. അതാണ് ഈ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര ദിവസമേ ആയുള്ളൂ ഇത്രത്തോളം പേരെ ഈ കഞ്ചാവ് കേസിലും MDMA കേസിലും എല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ ശ്രമിച്ചിരുന്നെങ്കിൽ നേരത്തെ ഈ ലഹരി മാഫിയയെ കേരളത്തിൽ നിന്നും മൊത്തമായി തുടച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കൊരു ഭയം ഉണ്ടായേനെ. അതുപോലെ തന്നെ ഒരു 75% അവരെ തുടച്ചു നിൽക്കാൻ കഴിഞ്ഞേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ, എറണാകുളത്ത് അണലിയെ കൊണ്ട് ഇങ്ങനെ നാക്കിൽ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ കടിപ്പിക്കുന്ന, നാക്കിൽ കൊത്തിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഞങ്ങൾ കണ്ടെത്തി. അതിൽ ശക്തമായ നടപടികളിലൂടെയാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത്. വലിയ ബോധവൽക്കരണം ഇവിടെ ആവശ്യമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞ ഒരു വാക്കുകളാണ്. രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അണലിക്ക് വിഷമുണ്ട്, പക്ഷെ അതിനെ കൊത്തിക്കഴിഞ്ഞാൽ അതും ഒരു കിക്കാണ് എന്നായിരിക്കാം, അതിനും ഒരു കിക്ക് കാണുമായിരിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ അണലിയെ കൊണ്ട് കൊത്തിക്കുവോ? അപ്പം അതിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് പറയുമല്ലോ, ചോദിക്കുന്ന പോലെ ഈ റീൽസൊക്കെ കണ്ടില്ലേ, എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അതിനെ കണ്ടുപിടിക്കാനും അതിന് തടയിടാനും എന്തായാലും മാക്സിമം ഈ പോലീസ് ഫോഴ്സിനാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എക്സൈസ് വകുപ്പിനാണെങ്കിലും പോലീസ് സേനയ്ക്കാണെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്കിപ്പോൾ സ്വതന്ത്രമായിട്ട് അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്നുണ്ട്. സ്വതന്ത്ര ആരുടെയും ഒരു പിടിവള്ളിയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആരും ഇവരെ പിടിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന ആളെ ഇപ്പോൾ ചെക്ക് ചെയ്യരുത്, നിങ്ങൾ ഇന്നത് ചെയ്യരുത് എന്ന്. അവർക്ക് കൃത്യമായ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ആഭ്യന്തര വകുപ്പിൽ നിന്നും. അപ്പോൾ സർക്കാരിൽ നിന്നും കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നിങ്ങളെ ഇതിന്റെ പേരിൽ ആരും നിങ്ങളെ വിളിക്കുകയോ എടുക്കുകയോ ആർക്കും വേണ്ടി സപ്പോർട്ട് പറയാനോ നിങ്ങളെ വിളിക്കില്ല എന്നുള്ളത്. എന്തായാലും ആ ഒരു ധൈര്യത്തിന്റെ മേളിൽ പോലീസ് ശരിക്കും അവർ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഒരാഴ്ച പിന്നിടുമ്പോൾ അറസ്റ്റായത് 1710 പേരാണ്. ഇതുവരെയായി 1586 ലഹരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. അനന്തരം ഓപ്പറേഷൻ തൂഫാൻ പൊതുജനമാകെ കൈയടിക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ്. ഒരാഴ്ച പിന്നിടുമ്പോഴുള്ള ഈ കണക്ക്, അതിന്റെ വിശദാംശങ്ങൾ ഏത് നിലയിലാണ് ഇപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പും പങ്കുവയ്ക്കുന്നത്? രതീഷ്, സംസ്ഥാനം ഒട്ടാകെ ലഹരിയിൽ നിന്ന് മുക്തമാവുക, പ്രത്യേകിച്ച് നമ്മളുടെ വിദ്യാർത്ഥികൾ, വിദ്യാലയങ്ങൾ ഒക്കെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ഉടൻ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറന്നതിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇന്നലെ ഒരാഴ്ച പൂർത്തിയായി. ഈ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ മൊത്തം 1710 പേരാണ് ഈ മയക്കുമരുന്ന് കേസുകളിലായിട്ട് അറസ്റ്റിലായിരിക്കുന്നത്. മൊത്തം 1586 മയക്കുമരുന്ന് കേസുകൾ, ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1 കിലോ 185 ഗ്രാം MDMA ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിന്നൊട്ടാകെ പിടിച്ചെടുത്തിട്ടുണ്ട്. 112 കിലോ കഞ്ചാവാണ് ഈ റെയ്ഡിന്റെ ഭാഗമായി ഈ ഒരാഴ്ച കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. അതിനൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട ചില ലഹരി വേട്ടകൾ. ഒന്ന്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു ടെക്കി 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരു IT ജീവനക്കാരന്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ചെടികൾ വളർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയതാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മലപ്പുറം വളാഞ്ചേരിയിൽ 30 പെട്ടികളിലായി ബ്രൗൺ ഷുഗർ കടത്തിയത് പിടികൂടി. അതിനൊപ്പം തന്നെ നൈജീരിയൻ സ്വദേശികൾ, ഒരാളെ ബംഗളൂരുവിൽ പോയി അറസ്റ്റ് ചെയ്തു, മറ്റൊരാളെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അറസ്റ്റുകളും റെയ്ഡുകളുമായി ആണ് നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള മയക്കുമരുന്ന് ഇങ്ങോട്ട് കടത്തിവിടുന്ന സോഴ്സുകൾ അത് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഒരാഴ്ചക്കുള്ളിലാണ് ഇത്രമാത്രം കേസുകളും ഇത്രമാത്രം ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട് ജനങ്ങൾ കൈയടിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ആരായാലും കൈയടിച്ചു പോകും. എന്തായാലും ഇതിന് ഫുൾ സപ്പോർട്ടാണ്, ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഫുൾ സപ്പോർട്ടാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ സർക്കാരിനാണെങ്കിലും ഈ പറയുന്ന പോലെ പോലീസിനായാലും എക്സൈസിനായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോകട്ടെ. കേരളത്തിൽ നിന്നും ഈ ലഹരി വസ്തുവിനല്ല, കേരളത്തിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്ന് തന്നെ തുറച്ചു നിൽക്കേണ്ട സാധനമാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഈ MDMA, അതുപോലെ തന്നെ കഞ്ചാവ്, ഹാഷിഷ്, ഇതുപോലുള്ള ഐറ്റംസ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലാണ് ഇതിനെ തുടച്ചു നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൽ പോലീസിന് പൂർണ്ണമായ 100% വിജയം ഉണ്ടാകട്ടെ. കാരണം അതിന് നമ്മളുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കാണുവാണെങ്കിൽ അവർ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക. എന്തായാലും നിങ്ങളുടെ ഐഡന്റിറ്റി അവർ വെളിയിൽ പറയില്ല. അതിന് 100%
ഉറപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.